ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പ്രൊഫഷനേ അല്ല. നിങ്ങൾക്കൊരു ഡോക്ടർ ആകണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. ആ പാത്ത് എന്താണ്? നിങ്ങൾ 12th പാസ്സാവണം, നീറ്റ് ക്ലിയർ ചെയ്യണം, അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു കോളേജിൽ ജോയിൻ ചെയ്യണം, 5 വർഷം പഠിക്കണം, പാസ്സാവണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനായിട്ട് പറ്റും. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്നതിന് ഇതേപോലൊരു കൃത്യമായിട്ടുള്ള ഒരു പാത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു 5000 10,000 20,000 കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡർ ആവാനായിട്ട് പറ്റും. ഈ ഒരു റീസൺ കൊണ്ട് എന്താണ്? കൂടുതൽ ആൾക്കാർ ട്രേഡിങ്ങിലോട്ട് വരും, കൂടുതൽ ആൾക്കാർ ട്രേഡിങ്ങിലോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും. കൂടുതൽ ആൾക്കാർ ഒരു കാര്യത്തിലോട്ട് വരുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആൾക്കാർ അവിടെ ഫെയിൽ ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് റീസൺ ട്രേഡിങ്ങിൽ കൂടുതൽ ആൾക്കാർ ഫെയിൽ ആവാൻ. ട്രേഡിങ്ങിനെ പോലെ തന്നെ ഉള്ളൊരു പ്രൊഫഷനാണ് ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും ബിസിനസ്സിനെ കുറിച്ച് പഠിപ്പിച്ചു തരാനായിട്ട് പറ്റും. പക്ഷേ ഒരു സക്സസ്ഫുൾ ബിസിനസ് റൺ ചെയ്യാൻ അത് നിങ്ങളുടെ ഡിറ്റർമിനേഷനും നിങ്ങളുടെ ഹാർഡ് വർക്കും കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ട്രേഡിങ് പഠിപ്പിച്ചു തരാൻ പലരെയും കൊണ്ടും നിങ്ങളെ പറ്റും. പക്ഷേ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റത്തുള്ളൂ. This is the reasons for 95% of the traders failing.